ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു 4 ദിവസം മുമ്പാണ് ഇപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ മരിച്ചത്. സിനിമാ നടൻ ശ്രീനിവാസൻ ചേട്ടൻ തിരക്കഥാകൃത്തും നിർമ്മാതാവൊക്കെ ആയിട്ട് അഭിനേതാവൊക്കെ ആയിട്ട് അദ്ദേഹം ഒരുപാട് സിനിമകളുണ്ട്. 1977 മുതലാണ് എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം സിനിമയിൽ കയറുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കുറച്ച് കാലം അദ്ദേഹം ഇപ്പം സുഖമില്ലായിട്ട് 1-2 വർഷമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം അതുവരെ അദ്ദേഹം നല്ല കോമഡി ആയിട്ടും എല്ലാ റോളിലും അദ്ദേഹം നല്ല അഭിനയിച്ചൊരു വ്യക്തിയാണ്. ആ മാന്യമായിട്ടുള്ള ആ വ്യക്തി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിണറായി വിജയൻ വന്നു. അദ്ദേഹം അതേമാതിരിക്ക് സിനിമാ നടന്മാർ ഒരുവിധപ്പെട്ട പ്രമുഖരായ മമ്മൂക്ക, ലാലേട്ടൻ, പൃഥ്വിരാജ്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെ ഇതിൽ ആ വിഷമകരമായ രീതിയിൽ അവർ വന്ന് ആ ചടങ്ങിൽ അവിടെ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രി വന്ന സമയത്ത് അദ്ദേഹം നേരെ കൊണ്ട് റീത്ത് ശ്രീനിവാസൻ ചേട്ടന് വെച്ചു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് പൃഥ്വിരാജ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ തോളത്ത് കൈ വെക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിഷമത്തോടെ ആണ് കൈവെക്കുന്നത്. അനുശോചനം രേഖപ്പെടുത്തുന്നതിൻ്റെ തെളിവാണത്. അപ്പം കുറേ ഊളകൾ, കുറേ ഫാൻസ് അസോസിയേഷൻകാരും അതേമാതിരിക്ക് അതുപോലുള്ള ആളുകൾ, ഈ ലാലേട്ടൻ ഫാൻസ്, മമ്മൂക്ക ഫാൻസ്, അതുപോലെ തന്നെ പുറമേയുള്ള കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ, യൂട്യൂബേഴ്സ്, ഇവർക്കൊക്കെ ഭയങ്കര കുരു പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശ്രീനിവാസൻ, അതായത് ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രി വന്നപ്പോൾ എഴുതുകയില്ല, ബഹുമാനിച്ചില്ല. കാരണം സ്വന്തം അച്ഛൻ ശ്രീനിവാസൻ ചേട്ടൻ മുന്നിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ മക്കൾ എന്ത് ചെയ്യാനാണ്? അത് വിനീത് ശ്രീനിവാസനായാലും ധ്യാൻ ശ്രീനിവാസൻ നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്ത്, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി. അപ്പം മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ അത് ഒരു മരണ വീടാണ്. ഇപ്പം ഇവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവരുടെയൊക്കെ വിചാരം, ഈ പറയുന്ന വലിയ ഈ ചാനലുകാരുടെയും ഈ യൂട്യൂബേഴ്സിൻ്റെയും ചില ഈ ക്രിമികീടങ്ങളുണ്ട്, ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വന്നപ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അറിയാം ഒരു മരണ വീടാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ മുഖ്യമന്ത്രിക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫാൻസ് ഉണ്ട്, അതേപോലെ എല്ലാ പാർട്ടിക്കാരുടെ ഇടതുപക്ഷവും വലതുപക്ഷവും യൂട്യൂബേഴ്സും മറ്റവരും മറിച്ചവരും ഈ ഓൺലൈൻ ചാനലുകാരും ഇവർക്കാണ് ഭയങ്കര ക്രിമികേട്. ഇവർ ഓരോ ചാനലിൻ്റെ ഈ ഓരോ യൂട്യൂബേഴ്സും പറയുന്നതൊക്കെ അവരുടെ ചാനലിന് താഴെ വന്നിട്ട് ഭയങ്കര കമൻറ്റാണ്. ധ്യാൻ ശ്രീനിവാസന് എഴുന്നേക്കാമായിരുന്നു. മുഖ്യമന്ത്രി വന്ന സമയത്ത് അദ്ദേഹത്തിന് എണീറ്റൊന്ന് സല്യൂട്ട് ചെയ്യായിരുന്നു, അല്ലെ ബഹുമാനിക്കായിരുന്നു, ഗുഡ് മോർണിംഗ് പറയായിരുന്നു. ആ സമയത്ത് അതിനാണ് സമയം. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചു കിടക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് എന്ത് ചെയ്യും? അല്ല, നിങ്ങളെ പരിചയമുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വരട്ടെ, അവരെ നിങ്ങൾ ഗുഡ് മോർണിംഗ്, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയും. നിങ്ങൾ വെറുതെ ബോധമില്ലാത്ത വർത്തമാനം പറഞ്ഞു നിങ്ങൾ സ്വീപ്പാക്കരുത്, ആളെ വെറുതെ മനുഷ്യനെ മെനക്കെടുത്തരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ വ്യക്തിക്കറിയാം അവൻ്റെ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാലും അവർക്ക് പല സമയത്തും അവർക്ക് സംസാരിക്കാനോ അപ്പോൾ അവിടെ ചിരിച്ച് ഹാപ്പി പറയാനോ പറ്റാത്ത ഒരു സന്ദർഭമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമാണ്. അത് ശ്രീനിവാസൻ എന്നല്ല ആരായാലും. ഇതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു ഇവരെ ശരിക്കും പറഞ്ഞ ഒരു പരമചറ്റ ഒരു ജോസഫ് കെയോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ജോസഫാണ്, എന്തോ ഒരു ജോസഫാണ്. ഈ ജോസഫ് വന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നു, ഈ ശ്രീനിവാസൻ മരിച്ചതിന് പകരം മമ്മൂട്ടി പോയാൽ മതിയായിരുന്നു, ഇവൻ പോയാൽ മതിയായിരുന്നു. ഈ പാവം മനുഷ്യൻ മമ്മൂക്കായെ പറ്റി നമുക്കൊക്കെ അറിയാം. അതേ എന്ത് ചെയ്യാനാണ്? അതേ ഒരു ദ്രോഹം ഒരു മനുഷ്യൻ ചെയ്തിട്ടില്ല. ഇവൻ്റെ വിചാരം അതായത് ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ വാങ്ങിയോ, അല്ല ഇവനെ എന്തെങ്കിലും കള്ളക്കേസിൽ കുടിക്കുകയോ? എന്തിട്ടാണ് ഈ നാരി ഇങ്ങനെ ബോധമില്ലാതെ വിളിച്ചു പറയുന്നത്? ഒരു ചെറ്റ എവിടെ കടന്ന പരമചറ്റ. എത്ര ശത്രുക്കളായാലും അവൻ മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളത്. ഇനിയിപ്പോൾ അഥവാ ആഗ്രഹിക്കുന്നവരുണ്ടായാലും, കാരണം അതുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി. കാരണം ഈ മമ്മൂക്കായപ്പോഴുള്ളൊരു മകനായ വ്യക്തി, മമ്മൂക്കായ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹം മാന്യമായ രീതിയിൽ അവിടെ വന്നിട്ട് ആ ശവസംസ്കാര ചടങ്ങിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം തന്നെ ഒരുപാടുപെട്ട സിനിമ പ്രമുഖന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ ജോസഫ് എന്ന് പറയുന്നത് ഇവനെ ഈ ഊളുണ്ടല്ലോ, ഈ കമൻ്റ് എഴുതി ഇപ്പം മഹാചറ്റ എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ല. ഇവൻ ആരാ എവിടെ ഉള്ളതെന്ന് ആർക്കും അറിയത്തില്ല.
ചെയ്യാനൊന്നും പാടില്ല ഇതൊന്നും. എന്ത് കാര്യമാണ് ഇവന്? കാരണം ഇവനിഞ്ഞ് മേലെ ഇങ്ങനത്തെ കമൻറ്റ് എഴുതാൻ ഇവരെ കൈ പൊന്തരുത്. അല്ല അതുപോലെ ഇവൻ്റെ കൈ തളർന്നു പോകണം. അതെനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നവും ഇവന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ മമ്മൂക്ക എന്താ ഇവനെ ചെയ്തത്? ഇവനെ എന്തെങ്കിലും പറഞ്ഞു? അതിനെ ഭീഷണിപ്പെടുത്തിയോ? ഒന്നും ചെയ്തില്ലല്ലോ. ആ മനുഷ്യൻ വന്നിട്ട് ശ്രീനിവാസൻ ചേട്ടൻ്റെ ആ ഡെഡ് ബോഡിക്കരികെ നിന്നിട്ട് അദ്ദേഹം വിഷമത്തോടെ നിൽക്കുക ചെയ്തത്. അതൊക്കെ സോഷ്യൽ മീഡിയ ചർച്ചയായി. മമ്മൂക്ക വന്നിട്ട് പിന്നെ അങ്ങനെ നിന്നു ഇങ്ങനെ നിന്നു. ഇവരൊക്കെ ഭയങ്കര ക്രിമിനൽ തന്നെയുണ്ട്, ഭയങ്കര സൂക്കേട് തന്നെ, ഭയങ്കര അടികൊള്ളാത്തൊരു കുഴപ്പമാണ് ഇവരൊക്കെ എവിടെ ഉള്ളവരാന്ന് ഒരു കുടിയും കിട്ടുന്നില്ല, കൊടുത്തുമില്ല. അതുപോലെ പൃഥ്വിരാജ് വന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് വന്നത്. ഒരുപാട് സെക്യൂരിറ്റിയുടെ അകമ്പടിയോടെയാണ് വന്നത്. ചിലപ്പോൾ അവരൊക്കെ സിനിമ ഷൂട്ടിംഗ് സ്ഥലത്തോ ലൊക്കേഷനിൽ നിന്നൊക്കെ ആവും ചിലപ്പോൾ വരുന്നത്. അവർക്ക് സെക്യൂരിറ്റിനെ ഒന്നും വെക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ നിയമമൊന്നുമില്ലേ? ഇതെന്തൊരു നിയമമാണ്? കുറേ ചാനലുകാർ റിപ്പോർട്ടർ ചാനൽ മുതൽ ഈ റിപ്പോർട്ടർ ചാനൽ അടക്കം ഒരുപാട് ഈ ഓൺലൈൻ ചാനലുകളും മറ്റുള്ള മാധ്യമങ്ങളും ഒക്കെ വന്നിട്ട് ഈ പൃഥ്വിരാജിൻ്റെ വായിൽ മൈക്ക് കൊണ്ടുപോയി വെക്കുന്നു, എന്തെങ്കിലും സംസാരിക്കും. അതായത് മറ്റുള്ളവരുടെ വായി കൊണ്ടുപോയി മൈക്ക് വെക്കുന്നു. എന്നാൽ പിന്നെ വായിക്കാത്തവരുടെ കുത്തിത്തിരിക്കട നാണം കെട്ട പന്നികളെ. നിൻ്റെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നീ എന്നൊക്കെ വിഷമമുണ്ടോ? ഇല്ല, വിഷമമുണ്ടാകുമോ? അത് ഇതുപോലെ ചർച്ചക്കാരുടെ മുന്നിൽ മൈക്കും പിടിച്ച് നീയൊക്കെ നിൽക്കുമോ? പിന്നെ മുഖ്യമന്ത്രി വന്നിട്ട് മുഖ്യമന്ത്രിനെ ഹലോ സാർ ഗുഡ് മോർണിംഗ് പറഞ്ഞു പൃഥ്വിരാജ് ഈ ജാനി ശ്രീനിവാസനെ അത് കെട്ടിപ്പിടിക്കണമായിരുന്നു. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി വന്നിട്ട് മോനെ നിനക്ക് സുഖമാണോ? അച്ഛൻ മരിച്ചു പോയില്ലേ ഇങ്ങനെ പറയണോ? ഹാപ്പി ഗുഡ് മോർണിംഗ് പറയണോ? വിവരം കെട്ട ജന്തുക്കളെ. മനുഷ്യൻ പറയിപ്പിക്കുന്നതിന് ഈ പറയുന്നതിനൊരു പരിധിയുണ്ട്, കൂടുതൽ പറയിപ്പിക്കരുത്. ഒരു മനുഷ്യൻ അത് ശ്രീനിവാസൻ എന്നല്ല ആരോ ആയിക്കോട്ടെ, ഒരു പ്രമുഖ നടനോ ഒരു പ്രമുഖ വ്യക്തികളോ, ഇനി ഒരു സാധാരണ ഒരു മനുഷ്യനാണ്, ഒന്നുമല്ലാത്ത ഒരു അറിയപ്പെടാത്ത ഒരു മനുഷ്യനാണെങ്കിലും അവനെ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ ബന്ധുക്കൾക്കും പിന്നെ അവൻ്റെ നാട്ടുകാർക്കൊക്കെ ഉണ്ടാവും വിഷമം. മനസ്സിലായല്ലോ? ശ്രീനിവാസൻ വന്നിട്ട് എണീറ്റ് നിന്നില്ല. മുഖ്യമന്ത്രി വന്നിട്ട് വിനീത് ശ്രീനിവാസൻ എണീറ്റ് നിന്നില്ല, ജാൻ ശ്രീനിവാസൻ എണീറ്റ് നിന്നില്ല, മറ്റൊരു എണീറ്റ് നിന്നില്ല. ഇതൊക്കെ ഒരു ന്യായമാണ്. ഈ റിപ്പോർട്ടർ ചാനലിന് ഒരു പരിപാടിയുണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ അവൻ എല്ലാ മാധ്യമങ്ങളും ഫോട്ടോ എടുക്കും. റിപ്പോർട്ടർ ചാനലിനെ എടുത്ത് പറയാൻ കാരണം ഈ റിപ്പോർട്ടർ ചാനലിനോട് ചെറിയൊരു വൈരാഗ്യം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോട്ടോയും വീഡിയോ ഒന്നും ആരും പിടിക്കാൻ പാടില്ല. ഇവർക്ക് മറ്റുള്ളവരുടെ ഫോട്ടോയൊക്കെ പിടിക്കണം, വീഡിയോയും പിടിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. 2 കൊല്ലം മുമ്പ് 2024 2023 എറണാകുളത്ത് എളംകുളത്ത് ഒരു ഫ്ലാറ്റിൽ അവിടെ ഒരു MLA താമസിക്കുന്നുണ്ട്. അവിടെ ഒരു MLA കാണാനായിട്ട് ഇവർ വന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റി അവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, 2 സെക്യൂരിറ്റികളുണ്ട്. അപ്പം അങ്ങോട്ട് കയറിപ്പോയപ്പം പറഞ്ഞു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ നമ്പറും തന്നിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യണം, ഇന്ന റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് അതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ചെല്ലും. കാരണം അവിടെ ഈ മൈ ഗേറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഈ ആപ്പിനകത്താണ് ഇതിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്ത ആളുടെ പേര്, ആളുടെ ഫോട്ടോയും കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്പറും കൂടി അതിൽ അടിച്ചു കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ MLAയുടെ റൂമിൽ ചെല്ലുള്ളൂ. MLA എന്നല്ല ഏതൊരു വ്യക്തി അവിടെ താമസിക്കുകയാണെങ്കിൽ അവരുടെ റൂമിൽ ചെല്ലണമെങ്കിൽ അതിനൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഫോട്ടോ എടുത്ത സമയത്ത് തന്നെ ഈ റിപ്പോർട്ടറിൻ്റെ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഒരു ജെൻസ് സ്റ്റാഫ് അവൻ എൻ്റെ പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഇതിനുള്ളിൽ കയറാൻ ആരുടെ പെർമിഷൻ വേണ്ടി എനിക്ക് MLA കണ്ടി. ഇവൻ ആ സെക്കൻഡിൽ തന്നെ ഇവൻ ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. ലാസ്റ്റ് സെക്യൂരിറ്റിനെ കൊണ്ട് ഇവൻ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടു. അപ്പോൾ സെക്യൂരിറ്റി ഉടനെ ഒരു കാര്യം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ആ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കയറി പോകാൻ പറ്റില്ല, ഈ കോമ്പൗണ്ടിനകത്ത് എവിടെയെങ്കിലും നിൽക്കുക, പക്ഷെ നിങ്ങൾക്ക് MLA കാണുന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ പോകാൻ പറ്റില്ല, താനൊരു MLA കാണണ്ട, MLA ഇങ്ങോട്ട് വന്നതിന് ശേഷം മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്തിനാണ് ഒരു സെക്യൂരിറ്റിയുടെ വഴി നിങ്ങൾക്ക് അത് കേൾക്കാൻ നിൽക്കേണ്ട കാര്യം? റിപ്പോർട്ടർ ചാനലുകാർക്ക് നാണമുണ്ട് നിങ്ങൾക്ക്? റിപ്പോർട്ടർ ചാനലിനോട് എനിക്ക് ചോദിക്കുന്നത്. മറ്റുള്ള ചാനലുകാർ വന്നു, അതിൽ 1-2 ചാനലുകാർ സഹകരിച്ചു, അവർക്കൊന്നും കുഴപ്പമില്ല.
റിപ്പോർട്ടർ ചാനലിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ കയറാൻ, അതിനകത്ത് കയറാൻ പെർമിഷൻ വേണം. എങ്ങനെ? അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നമ്പർ കൊടുക്കാൻ പറ്റില്ല, അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, മൈഗേറ്റിൽ അടിക്കാൻ പറ്റത്തില്ല. ഒരു ഫ്ലാറ്റിലോ യാതൊരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൽ നടക്കാം. അല്ല നിങ്ങൾ വലിയ മറ്റടുത്ത വലിയ ചാനലിൻ്റെ റിപ്പോർട്ടർകാരാണോ മറ്റവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടിച്ച് മോന്തര പൊല്ല് കൊഴിക്കാൻ ആളില്ലാതെയാണ്, വേറെ ഒന്നുമില്ല. ആളില്ലാത്തതുകൊണ്ട് കൊണ്ടുള്ള കുഴപ്പമാണ്. നിങ്ങൾക്ക് എവിടെ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നാറിയ പരിപാടിയായിട്ട് നടക്കരുത് നിങ്ങൾ, മനസ്സിലായില്ലേ? ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇത് എടുത്തിടാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അന്ന് ആ സെക്യൂരിറ്റി അവിടെ അങ്ങനെ പറഞ്ഞത് നന്നായി. എന്നിട്ട് MLA വന്ന് പുറത്തു നിന്നാണ് MLAനെ ഇവർ കാണുന്നത്. പുറത്തു വന്നിട്ട് MLA അന്ന് എന്തോ ഒരു പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കാനായിട്ട് MLAനെ കാണാനായിട്ട് വന്നതാണ്. റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, വേറെ ചാനലുകാരുണ്ട്. ഏഷ്യാനെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, വേറെ കൈരളി ഉണ്ടെന്ന് തോന്നുന്നു, ഒരുപാട് ചാനലുകളുണ്ട്, 5-8 ചാനലുകളുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഏഷ്യാനെറ്റിൻ്റെയും കൈരളിൻ്റെയും ഞാൻ പറയുന്നില്ല. ഈ റിപ്പോർട്ടർ ചാനലുകാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. അവരുടെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കെല്ലാം ചെയ്യാം, എല്ലായിടത്തും ചെല്ലാം. മരിച്ചു കിടക്കുന്ന ആ ശ്രീനിവാസൻ ചേട്ടൻ്റെ അടുത്ത് വിനീത് ശ്രീനിവാസൻ്റെയും ജാൻ ശ്രീനിവാസൻ്റെ മറ്റുള്ള അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മുന്നിലോട്ട് ക്യാമറ പൊക്കി പിടിച്ചിങ്ങനെ നീട്ടി മുഖത്തിന് സൂട്ടാക്കി നിർത്തിയിട്ടാണ് എന്തെങ്കിലും പറയണ്ടേ, സംസാരിക്കും. അടിച്ചൊക്കെ ഇവൻ്റെ മോന്തം പൊളിക്കുകയാണ് വേണ്ടി. ശരിക്കും ഒരു മരണത്തിൻ്റെ വീട്ടിൽ അതിൻ്റേതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീയൊക്കെ വീഡിയോ പിടിക്കുമോ ഫോട്ടോ എടുക്കുകയോ ചെയ്തോ, അതിൻ്റേതായ രീതിയിൽ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു ഡിസിപ്ലിൻ അച്ചടക്കമുണ്ട്, അത് പാലിക്കണം. നീയൊക്കെ നിന്നെ ഒരക്കാൻ്റെ ക്യാമറയൊക്കെ ഇട്ട് പൊക്കി പിടിച്ചിട്ട് അത് തല്ലി പൊട്ടിക്കളയാൻ അവിടെ വേറെ ആളില്ലാഞ്ഞിട്ടാണ്. മനസ്സിലായണ്ടല്ലോ? നാറിയ പരിപാടിയായിട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ശ്രീനിവാസൻ എന്നല്ല, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കുടുംബത്തിൻ്റേതായ വിഷമമുണ്ട്, മനസ്സിലായോ? അതിനിടയിലാണ് ഈ മയില് ക്യാമറയെ പൊക്കി പിടിച്ച് നീയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. തെറി പറയുന്നത് എങ്ങനെ? നീ ഇപ്പം എന്നെ കൂടെ തെറി പറയിപ്പിച്ചാണ് ഈ റിപ്പോർട്ടർ ചാനലുകാരൊക്കെ. ഇവർ മാത്രം എല്ലാം ക്ലിയർ. ശരി, എന്നാൽ കൂടുതൽ വർത്തമാനമൊന്നും പറയുന്നില്ല, പറയാനുള്ള ഒരുപാടുണ്ട്. നിർത്തുന്നു. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.